രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മറയാക്കി രാജ്യാതിർത്തിയിൽ പല സ്ഥലങ്ങളിലും പാക് പ്രകോപനം തുടരുകയാണ്. തദ്ദേശീയവാസികളെ മുതലെടുത്ത് കാശ്മീരിലും ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലും ഭീകരപ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും മുതലെടുത്ത് പാകിസ്ഥാൻ ഇന്ത്യയിൽ നുഴഞ്ഞുകയറ്റവും ആക്രമണങ്ങളും നടത്താൻ സാധ്യതയുണ്ടെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻപത്തേക്കാൾ കൂടുതൽ സൈന്യത്തെയാണ് അതിർത്തികളിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിനും ബാലാകോട്ട് പ്രത്യാക്രമണത്തിനും ശേഷം കൂടുതൽ ശക്തമാണ് ഇന്ത്യൻ സൈന്യം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അതിനുശേഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും കണക്കിലെടുത്താണ് വളരെ വലിയ സുരക്ഷ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്താനുള്ള സാധ്യതയും പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ള കനത്ത ജാഗ്രതാ നടപടികൾ. കഴിഞ്ഞ ദിവസം കാശ്മീരിലെ തിരക്കേറിയ ബസ് സ്റ്റാൻഡിലുണ്ടായ ഭീകരാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇവയെല്ലാം കണക്കിലെടുത്താണ് കനത്ത സുരക്ഷ സൈന്യം സജ്ജമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യവും അരക്ഷിതാവസ്ഥയും മുതലെടുത്താണ് പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയിൽ ആക്രമണം നടത്തി വരുന്നത്. രാജ്യം ഇത്തവണ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ തെരഞ്ഞെടുപ്പാണെന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. ഏപ്രിൽ 11 മുതൽ മെയ് 19 വരെ 7 ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. 90 കോടിയോളം ജനങ്ങൾ ഇക്കുറി വോട്ട് ചെയ്യുമെന്നാണ് വിവരങ്ങൾ. മെയ് 23-നായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത്.